ഹായ് ഹലോ മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ അടുക്കളയിൽ വൈജയന്തിയെ സഹായിക്കാൻ വരാത്തതിന്റെ പേരിൽ കൃഷ്ണമോളോടും ബബിയോടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈജയന്തി. അവസാനം കീഴടങ്ങിക്കോളാം എന്ന് അവർ തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ബബി അവസാനം പണിയെടുക്കാൻ പോയേക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് സമയം തർക്കിച്ചതിന് ശേഷമാണ് അവർ അടുക്കളയിലേക്ക് കയറുന്നത് കേട്ടോ. എന്തായാലും അമ്മയുടെ മുഖത്ത് തന്നെ നോക്കിയിട്ട് അവർ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഒരിക്കലും ഒരു നാണം തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് തർക്കിക്കാൻ? അമ്മയുടെ അഹങ്കാരം കൊണ്ടാണ് അമ്മയ്ക്ക് അപകടം വരെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് കേട്ടോ. സംസാരം എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും അതൊരു വഴക്ക് തന്നെ കിടന്ന് അവസാനിച്ചിട്ടുണ്ട്. അവസാനം അവർ അടുക്കളയിൽ കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബബി തൈരൊക്കെ പൊട്ടിച്ച് ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. നീ എന്താ തൈര് വെച്ച് കാണിക്കുന്നു എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട് വൈജയന്തി കേട്ടോ. എന്തിനും ഏതിനും കുറ്റം മാത്രം കണ്ടെത്തുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ വൈജയന്തിക്ക്. അത് ഞാൻ അതൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, അതിനല്ലേ ഇവിടെ മിക്സി ഇരിക്കുന്നതെന്ന്. ഓ, ആ ഒരു ചെറിയ കാര്യത്തിന് മിക്സി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോയെന്ന് അവിടെയും തിരക്ക് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ വൈജയന്തി. അങ്ങനെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറച്ചിലായി. ആ സമയത്താണ് അവർ പറയുന്നുണ്ട്, അതായത് വൈജയന്തി പറയുന്നുണ്ട് നാലും ഒരുപോലെ എന്ന്. അപ്പോൾ അന്നേരം നമ്മളെ ബബി ചോദിക്കുന്നുണ്ട്, അതിന് അമ്മയ്ക്ക് 4 മക്കളില്ലല്ലോ, 3 മക്കളല്ലേ ഉള്ളൂ എന്ന്. ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ കാര്യം പറഞ്ഞതാണ്. ഓ, അച്ഛനെയും അമ്മയും കൂട്ടത്തിൽ പെടുത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തതും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കാണുമ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അതിന് നിങ്ങൾക്ക് അഹങ്കാരം എന്ന് തോന്നും എന്നൊക്കെ വൈജയന്തി ഇങ്ങനെ പറയുമ്പോൾ, ഓ, അച്ഛനോട് അമ്മയ്ക്ക് പണ്ടേ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ അമ്മയും അച്ഛനും ഇങ്ങനെ തന്നെയാണ്, അമ്മയുടെ സംസാരം കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് നാവിന് തീരെ ലൈസൻസ് ഇല്ലാത്ത ഒരു സംസാരമാണ് ഇപ്പം നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, യാതൊരുവിധ ബെല്ലും ബ്രേക്കും ഒന്നും നിനക്കില്ലാന്ന് അവളോട് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ബബി പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ അടുത്ത് മാത്രമേ ഇങ്ങനെ സംസാരിക്കുന്നുള്ളൂ, അത്യാവശ്യം മര്യാദയൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ലല്ലോ, അച്ഛൻ എൻ്റെ അടുത്ത് നല്ല പോലെയാണ്, അതുകൊണ്ട് അങ്ങോട്ടും അങ്ങനെ തന്നെ. ഇങ്ങോട്ട് എങ്ങനെയാണോ അതല്ലേ നമുക്ക് അങ്ങോട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീണ്ടും വഴക്കായി. അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്ന് എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യേണ്ട, നിനക്ക് ഒന്നും ഇവിടുന്ന് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ബബി അമ്മയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നും മിണ്ടാതിരുന്നിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇനി മിണ്ടിയിട്ട് കാര്യമില്ല, മിണ്ടിയാലും പ്രശ്നമില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാവും ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് തുണിയെല്ലാം മെഷീനിലിട്ടിട്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാ സംഭവവും ചെയ്തിട്ടുണ്ട്, അതായത് ഞാൻ എല്ലാ മെഷീനിൽ ഇട്ടിട്ടുണ്ട്, ഇനി എന്താ വേറെ എന്തെങ്കിലും പണി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ട്, അതും കൂടി എടുത്തിട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ മുറ്റം അടിച്ച് തരാനുണ്ട്, പോയി അടിച്ചു വരിക്കോളൂ, നിങ്ങൾ ആര് വേണമെങ്കിലും അടിച്ചു വരിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓ, അതിനെന്താ, അതിനിവിടെ രോഹിയേട്ടൻ ഉണ്ടല്ലോ, രോഹിയേട്ടൻ നല്ല അസ്ഥലായിട്ട് മുറ്റടിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ ആൺകൊച്ചല്ലേ, ആൺകൊച്ചിനെ കൊണ്ടാണോ മുറ്റടിപ്പിക്കുന്നത്? ഓ, ഇനി ആ ഒരു കുറവും കൂടി ഉള്ളൂന്ന്. അതിന് അമ്മ അങ്ങനെ ചിന്തിക്കേണ്ട, 3 മക്കളല്ലേ, മക്കളായിട്ട് കൂട്ടിയാൽ മതി, അപ്പം ആണോ പെണ്ണൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന്. ഓ, അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് രസമായിരുന്നു, ഒരു ദിവസം രോഹിയേട്ടൻ, ഒരു ദിവസം ബബി, ഒരു ദിവസം കൃഷ്ണമോള്. ഇത് കേൾക്കുമ്പോൾ വീണ്ടും ദേഷ്യം വരുന്നു കേട്ടോ. ആ നശിച്ചവളുടെ പേര് ഇനിയും ഇവിടെ നിർത്താനായിട്ടില്ല, അവള് കാരണമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊന്നും കേട്ടിട്ടും നമ്മുടെ ബബി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്താ ബബി ചേച്ചി, ബബി ചേച്ചിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയോ എന്ന്. ഓ, അമ്മ എന്നോടൊന്നും മിണ്ടാതിന്ന് പണിയെടുക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല, മിണ്ടിയാലല്ലേ പ്രശ്നമുള്ളൂ എന്ന്. ഓ, വെറുതെ അല്ല, ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ സൈലൻസ് എന്താണെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു, ഞാൻ ഇടപെടേണ്ട കേസാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണ് രോഹി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുറ്റം അടിച്ചതിൻ്റെ കാര്യം അവനോട് പറയുന്നുണ്ട്. അവനാണെങ്കിൽ യാതൊരുവിധ കുസലുമില്ല, ഒരു കുഴപ്പമില്ല, അവൻ അടിച്ചു വരുന്നതിൽ അവൻ്റെ കഴിവ് തെളിയിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൻ ഭയങ്കരമായിട്ട് സംഭവമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആൺകുട്ടികൾക്ക് മുറ്റം അടിച്ചു വരാൻ പറ്റുമെന്നുള്ളത് അമ്മ ഞാൻ ചെയ്യുന്നത് കണ്ടു നോക്കി നിന്നോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നീ മുറ്റം അടിച്ചു വരെ, പാത്രം കഴുകി, എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് അവനെ ഒന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ അമ്മ. ആ സമയത്താണ് അവന് ഫോൺ എടുത്തിട്ട് നമ്മുടെ ബബിക്ക് കൊടുക്കുന്നുണ്ട്. ഇതാ നിന്റെ ഫോണ്, അലീന ചേച്ചി വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി ആ ഫോൺ മേടിച്ച് വെക്കുന്നുണ്ട്. ഓ, ഈ സമയത്താണോ അവളെ വിളിക്കാൻ കണ്ടത്, അവളെന്താ ചാവാൻ കിടക്കുകയാണോ, അവളെ വിളിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് തവണ നമ്മുടെ ബബി ചോദിക്കുന്നുണ്ട്, ഫോൺ ചോദിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഫോൺ തരില്ല, ഇപ്പം തരാൻ ഉദ്ദേശിക്കുന്നില്ല, 3 തരം ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇതൊരിക്കലും അമ്മ തരില്ല എന്നാണോ പറയുന്നതെന്ന് ബബി വീണ്ടും ചോദിക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ എന്തിനോ ഇറങ്ങി പുറപ്പെട്ട പോലെ തന്നെ ദേഷ്യം പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഇതൊരിക്കലും തരില്ല എന്ന് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബബി ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ടേബിളിൽ നമ്മുടെ വൈജയന്തിയുടെ ഫോൺ ഉണ്ടായിരുന്നു, അതുമായിട്ട് ഓടുന്നുണ്ട് കേട്ടോ. പിന്നാലെ ഓടാൻ വേണ്ടിയിട്ട് വൈജയന്തി ശ്രമിച്ചു. കാലിന് വയ്യാത്ത വൈജയന്തി എങ്ങനെ പിന്നാലെ ഓടിയ ഫോണൊക്കെ കണ്ടുപിടിക്കാനാ, അതൊന്നും ഒരിക്കലും പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ അവിടെ തന്നെ സ്റ്റോപ്പായി. ആ സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട്,
അതൊരു അസല് ഡയലോഗ് തന്നെയായിരുന്നു. അമ്മേ, ഈ വീട്ടിൽ ചെറിയ കുട്ടി ഞാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് എൻ്റെ വായിൽ വലിയ വർത്താനൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം പറയാണ്, അമ്മ എന്നേക്കാളും ചെറുതാവരുത് ട്ടോ എന്ന്. എന്തായാലും അത് കുറച്ചങ്ങ് ഏറ്റിട്ടുണ്ട് നമ്മളെ വൈജയന്തിക്ക് ട്ടോ. നേരെ നമ്മുടെ ബബി പോയിട്ട് റൂമിൽ പോയിട്ട് അമ്മയുടെ ഫോണിൽ നിന്ന് അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന കോൾ എടുക്കാൻ നോക്കുമ്പോൾ അത് മേഡത്തിന്റെ നമ്പർ ആയിരിക്കുമ്പോൾ പേടിയുണ്ട് കേട്ടോ. എന്തിനായിരിക്കും എന്നെ വിളിക്കുന്നത്, ചീത്ത കേൾക്കാനാണോ എന്നൊക്കെ വിചാരിച്ച് അവളെന്തായാലും റെഡി ആയിട്ട് നിൽക്കുകയാണ്. കേൾക്കേണ്ടതൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിട്ട് അലീന ഹലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഒന്ന് പറ്റിച്ചേക്കാന്ന് വിചാരിച്ച് നമ്മളെ ബബിയാണെന്നുണ്ടെങ്കിൽ നശിച്ചവളെ, എൻ്റെ ജീവിതം കുളം തോണ്ടിയവളെ, അഹങ്കാരി എന്നൊക്കെ വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. മേഡമാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കൂടുതലങ്ങ് പറഞ്ഞപ്പോൾ നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി സൗണ്ട് കേട്ടപ്പോൾ. ഓ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെവി പിടിച്ച് തിരുമിയേനെന്നൊക്കെ നമ്മുടെ അലീന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓ, അപ്പോൾ കുറച്ചൊക്കെ വിശ്വസിച്ചില്ലേ, ഞാൻ മേഡമാണെന്ന് വിശ്വസിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബബി. മേഡമാണെന്ന് വിചാരിച്ചിട്ടാണ് കോൾ എടുക്കാൻ വേണ്ടി വന്നത്, പക്ഷെ നീയാണെന്ന് പിന്നെ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഫോൺ എന്ത് വിചാരിക്കും, കുറച്ചെങ്കിലും ചീത്തയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് പറഞ്ഞതാണ് ആദ്യം അങ്ങനെയെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബബി പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് വിഷമമുണ്ട്, നല്ല സുഖത്തിലൊന്നുമല്ല ഇപ്പോൾ പോകുന്നത്. എന്നെ ഒരാൾ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ആരാണ് എൻ്റെ മോളെ ചീറ്റ് ചെയ്യുന്നത്, അയാളൊന്നും എനിക്കറിയണമല്ലോ എന്ന് നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ. അന്ന് ഇവിടെ വീട്ടിൽ വന്നതായിട്ട് ഓർക്കുന്നില്ലേ, അമ്മയിൽ കുറച്ച് മുടിയൊക്കെ ഉള്ള ആൾ, അത് എൻ്റെ ബോയ് ഫ്രണ്ടാണ്. അവനും ഞാനും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ ഈയിടെ ഞാൻ അവനെ വേറൊരു പെൺകുട്ടിയുടെ കൂടെ കണ്ടു. അവൻ എന്നെ ബ്രേക്കപ്പ് ചെയ്തോ എന്ന് എനിക്കൊരു സംശയം എന്നൊക്കെ നമ്മുടെ ബബി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് താല്പര്യമില്ലാത്ത രീതിയിലാണ് നമ്മുടെ അലീന സംസാരിച്ചത്. അവളുടെ മുഖം കണ്ടപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലാന്ന് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവൻ്റെ കസിനോ അനിയത്തിയോ ആരെങ്കിലും ആയിരിക്കും. നീ ഇനി കണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ടു, ഞാനങ്ങനെ ഉറക്കത്തിൽ കണ്ടതൊന്നുമല്ല, ശരിക്കും കണ്ടത് തന്നെ, എനിക്ക് തോന്നിയതൊന്നുമല്ല എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് അവൻ്റെ പുതിയ ലവറൊന്നും ആയിരിക്കില്ല, കസിനോ അല്ലെങ്കിൽ അനിയത്തിയോ ആരെങ്കിലും ആയിരിക്കും, എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടെന്ന് നമ്മുടെ ബബിയും പറയുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണെങ്കിൽ വൈജയന്തി വന്നിട്ട് ബബിതയെ ബബിതയെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ബബിത ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി എന്നാൽ ശരി, ഞാൻ പിന്നീട് വിളിക്കാം, ബായ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നു നമ്മുടെ കുളത്തുപുഴയിൽ നമ്മുടെ സ്റ്റാലിനി ജോസഫ് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ഹോളിലാട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ അലീനയുടെ സംസാരം കേൾക്കുന്നുണ്ട്. അവൾ ആരോവുമായിട്ട് ഫോൺ കോളിങ്ങിലാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇന്നലെ കുടിച്ചിട്ടാണല്ലേ വീട്ടിലേക്ക് വന്നത്, ഞാൻ പറഞ്ഞതല്ലേ അച്ഛനോട് കുടിക്കരുതെന്ന്, അച്ഛന് സുഖമില്ലാത്ത കാര്യം അച്ഛൻ അറിയില്ലേ എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സ്റ്റാലിനി ജോസഫ് ഹോളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും വിളിക്കുന്നത് മേനോനെ ആയിരിക്കും, അതായത് ബാലചന്ദ്രനെ ആയിരിക്കും എന്നുള്ളൊരു സംശയം അയാൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് അയാൾ കുറച്ചും കൂടി മുന്നോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൂണിൻ്റെ ബാക്കിൽ നിന്നിട്ട് നമ്മുടെ അലീനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പിന്നിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ, എനിക്കിതൊരു വീടായിട്ട് തോന്നുന്നില്ല, ഇതൊരു വീടാണെന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. സ്റ്റാലിനി പപ്പ ഒരു സ്ഥലത്ത്, ഞാൻ മറ്റൊരു സ്ഥലത്ത്, പിന്നെ പെരിച്ചാഴികളെ പോലെ കുറച്ച് പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും അതൊരു നാടകം പോലെയാണ്. എന്നാണാവോ കർട്ടനൊക്കെ പൊന്തിച്ച് അവരിങ്ങോട്ട് വരുന്നത്. ഇപ്പം അടുത്തെന്തായാലും അതൊക്കെ സംഭവിക്കും. ഞാനിവിടെ നിന്ന് ഓടേണ്ടി വരുമോ അച്ഛാ എന്ന് പോലും എനിക്കറിയില്ല. ശരിക്കും എനിക്കിവിടെ രാജകുമാരിയായിട്ട് ജീവിക്കുന്നതിനേക്കാളും ഇഷ്ടം അവിടുത്തെ വേലക്കാരിയായിട്ട് ജീവിക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാലിനിക്ക് ഭയങ്കര വിഷമം തോന്നാം കേട്ടോ. കാരണം അയാൾ നല്ലപോലെ നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ അലീനയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അലീന ഇവിടെ അത്ര സുഖത്തിലോ സന്തോഷത്തിലോ ഒന്നും അല്ല കഴിയുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും വിളിക്കുന്നത് ബാലചന്ദ്രനാണെന്നും അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തായാലും മുഴുവൻ കേട്ടേക്കെന്ന് വിചാരിച്ചിട്ട് അയാൾ ഫുള്ള് കേൾക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും നമ്മൾ അലീനയുടെ കെയറിങ്, അതായത് ബാലചന്ദ്രനോട് അവൾക്ക് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ള ഒരു സംസാരത്തിലാണ് അവൾ അങ്ങോട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതായത് അച്ഛൻ കുടിക്കരുത്, അച്ഛൻ നന്നായിട്ട് മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവസാനം അയാൾ കേട്ട് നിന്നിട്ട് അയാൾക്ക് ത്രാണി ഇല്ലാതാവുമ്പോൾ അയാൾ ഒന്ന് ചുമക്കുന്നുണ്ട് കേട്ടോ. കാരണം ബാക്കിൽ അയാൾ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, അച്ഛൻ എന്നാൽ ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ, പപ്പ വന്നിട്ടുണ്ട്, പപ്പയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. അന്നേരം സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, മേനോനായിരുന്നു അല്ലേ വിളിച്ചിരുന്നതെന്ന്. അതെ അച്ഛനായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം പിന്നെ അയാളും കുറച്ച് തുറന്ന് സംസാരിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, അച്ഛൻ നല്ലതായിരുന്നു അല്ലേ, നിന്നോട് നല്ല വാത്സല്യമായിരുന്നു അല്ലേ എന്ന്. അങ്ങനെ അപ്പം അവൾ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെ, എൻ്റെ അച്ഛൻ നല്ല വാത്സല്യമായിരുന്നു, ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അവരെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അച്ഛാന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അതെൻ്റെ ശരിക്കും
അച്ഛനായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റാലിനിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അയാൾ പറയുന്നുണ്ട്, ഞാൻ അത്ര പോരല്ലേ എന്ന്, ഞാൻ എന്തായാലും അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ്റെ, അതായത് ബാലചന്ദ്രൻ്റെ നല്ല നല്ല ക്വാളിറ്റി അവളിങ്ങനെ എടുത്തു പറയുമ്പോൾ അയാളും പറയുന്നുണ്ട്, അയാൾ നല്ലൊരാളാണ്, അതുകൊണ്ടാണല്ലോ എൻ്റെ മുന്നിൽ നിന്നെ എത്തിച്ചതെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കേണലിൻ്റെ, അതായത് നമ്മുടെ സ്റ്റാലിനിയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് മകളോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെ ഒരു പട്ടാളക്കാരൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ് മകളോടും അയാൾ പെരുമാറുന്നത്. പക്ഷേ ബാലചന്ദ്രൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അവൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു അച്ഛനെയാണ്. അതെന്തായാലും നമുക്ക് ഈ ഒരു ടോക്കിലൂടെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭക്ഷണം കഴിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഫാസ്റ്റിങ്ങിലാണെന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. അത് നിന്റെ ആരോഗ്യത്തിന് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ നീ ആകെ തളർന്നു പോയിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ അവളോട് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് സ്റ്റാലിനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ തിരിഞ്ഞു നിന്നിട്ട് വീണ്ടും നമ്മുടെ അലീനയെ നോക്കുന്നുണ്ട്. അന്നേരം അലീന അവിടെ വരാന്തയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കരയുന്നുണ്ട് കേട്ടോ. കണ്ണിലൊക്കെ വെള്ളം നിറച്ചാണ് ആളവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റാലിനി തിരിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അയാളുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും മക്കളോട് എത്രമാത്രം അയാൾക്ക് സ്നേഹം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരച്ഛൻ്റെ നിസ്സഹായാവസ്ഥ നമുക്ക് ഈ ഒരു സീനിലൂടെ കാണാൻ പറ്റും. സ്വന്തം അച്ഛനല്ലാഞ്ഞിട്ട് പോലും നമുക്ക് ബാലചന്ദ്രനോട്, അതായത് ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള ഒരു കോംബോ സ്റ്റാലിനിയും അതുപോലെ തന്നെ അലീനയും തമ്മിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ഒരു എപ്പിസോഡ്സിൽ അത് കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. സ്റ്റാലിനിയും അലീനയും കുറച്ചും കൂടി കൂടുതലായിട്ട് അടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവൾക്ക് ബാലചന്ദ്രനോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെ തന്നെ സ്റ്റാലിനിയോടും സ്നേഹമുണ്ടായിരിക്കും. അതിനുള്ള ഒരു അവസരം സ്റ്റാലിനിയും ഒരുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം വെയിറ്റ് ചെയ്ത് കാണാം. ഇപ്പം നമ്മുടെ, അതായത് ബബി വൈജയന്തിയുടെ ഫോണിൽ നിന്നാണ് നമ്മുടെ അലീനയെ അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്വിസ്റ്റായിട്ട് നമ്മൾ കാഴ്ചക്കാർ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അലീനയും അതുപോലെ തന്നെ സ്റ്റാലിനി ജോസഫൊക്കെയുള്ള ഫോട്ടോസൊക്കെ വൈജയന്തി കാണാൻ ഇടവരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം നമ്മളിങ്ങനെ ഫോണൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസൊക്കെ കാണുമല്ലോ. അതുപോലെ തന്നെ അച്ഛനും മകളും തമ്മിലുള്ള ഒരു ഫോട്ടോസൊക്കെ നമ്മുടെ വൈജയന്തി കാണുകയും അങ്ങനെ ഈ ഒരു ബോംബൊക്കെ പൊട്ടുകയും ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം. എന്തായാലും നമുക്കെല്ലാം വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്, യൂട്യൂബിലാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.